ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റംസാൻ മുന്നിലെത്തിയില്ലേ. അപ്പോൾ നമുക്ക് റംസാനൊക്കെ ഒത്തിരി പണികളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ക്ഷീണമായിരിക്കും. അപ്പോൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ക്ഷീണം കേട്ടോ. പക്ഷേ റംസാൻ നമ്മൾ മുന്നിലേക്ക് എത്തിയാൽ നമുക്കൊരു ക്ഷീണം അറിയില്ല. എന്നിരുന്നാലും നമുക്ക് കുറച്ച് പണികളൊക്കെ മുൻകൂട്ടി ചെയ്തു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ വേഗത്തിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തു വെച്ച കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന രീതിക്ക് തന്നെ കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് പച്ചക്കറികൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതാ സവാളയാണ് കേട്ടോ. സവാള എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ക്യാരറ്റ്, തക്കാളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എന്താ പറയുക പച്ചമുളക്, അതൊക്കെ ഞാനിവിടെ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പച്ചക്കറിയും കഴുകിയതിന് ശേഷം നല്ലോണം തുടച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എത്ര വേണമെങ്കിലും കേട് വരാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്കും ഈസി ആയിരിക്കും. കാരണം സവാളയൊക്കെ നമുക്ക് എന്തായാലും ഒരുപാട് ആവശ്യം ഉണ്ടായിരിക്കും. കാരണം നമ്മൾ എണ്ണക്കടികളും അതും ഒക്കെ ഉണ്ടാക്കുമ്പോൾ സവാളിൻ്റെ ആവശ്യം കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ ഇതേപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ സവാള ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും തൊലി കളഞ്ഞിട്ട് അതും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ക്യാരറ്റും നമുക്ക് റംസാനൊക്കെ ആവശ്യം തന്നെയാണ്. അപ്പോൾ അത് ഒക്കെ തന്നെ ഞാൻ ഈ ടർക്കിയിലിട്ടിട്ട് നല്ലോണം വെള്ളം കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ വെള്ളം കളയാൻ മറക്കരുത്. വെള്ളത്തിൻ്റെ അംശം മാക്സിമം നമ്മൾ തുടച്ചിട്ട് വേണം കേട്ടോ ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ അത് കേടുകൂടാതെ ഒരുപാട് ടൈം ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ക്യാരറ്റ് ഞാൻ ഈ സവാളിൻ്റെ അതിലേക്ക് തന്നെ ഉണ്ടോ ഇട്ട് കൊടുക്കുന്നത്. കാരണം കുറേ സ്റ്റോറേജ് ബോക്സും നമ്മൾ ഫ്രിഡ്ജിൽ കൊള്ളാത്തതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ എന്താ നിങ്ങളുടെ കയ്യിൽ സ്റ്റോറേജ് ബോക്സ് ഉള്ളത് വെച്ചാൽ അതിലൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും എന്തെങ്കിലും ഒരു ബോക്സൊക്കെ നമ്മുടെ കയ്യിലില്ലായിരിക്കില്ല. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ആയിക്കോട്ടോ. എങ്ങനെ സെറ്റാക്കിയാലും ഫ്രിഡ്ജിൽ എത്രത്തോളം നീറ്റാക്കി എന്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിതാ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് എന്തായാലും എന്താ പറയുക തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിലേക്ക് വേണം കറി മൂപ്പിച്ചെടുക്കാൻ. അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ ഉള്ളി നല്ലോണം വേണ്ടി വരും കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ക്ഷീണിച്ച നേരത്തെ ആകുമ്പോൾ നമുക്ക് അതൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ എന്തോ പോലെ ആയിരിക്കും കേട്ടോ. ദേഷ്യമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നമുക്കിത് ഫ്രിഡ്ജിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് വേണ്ട പോലെ തന്നെ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചെറിയ ഉള്ളിയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതും ഒരു ബോക്സിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ സ്റ്റോറേജ് ബോക്സ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ മേടിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ തക്കാളി, പച്ചമുളക് അങ്ങനത്തെ ഒക്കെ വെക്കലുണ്ട്. അപ്പോൾ ഒരു സ്റ്റോറേജ് ബോക്സ് ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് അതങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ പച്ചമുളക്, തക്കാളി ഒക്കെ ഞാനിങ്ങനെ തുടച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് ആ സമയത്ത് അത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മളൊന്ന് കഴുകാനോ തൊലി കളയാനോ ഒന്നും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ പണികളൊക്കെ വേഗത്തിൽ ചെയ്യാൻ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് എന്തായാലും റംസാനിൽ കൂടുതൽ സമയം അടുക്കളയിൽ നിൽക്കാതെ നമുക്ക് നമ്മുടെ നല്ല കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ടൈം ഉപയോഗിക്കണമെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും ടൈം നമുക്ക് ഒത്തിരി ബാക്കിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മളെ സുന്ദര കുട്ടപ്പനായി നിൽക്കുന്നത് നമ്മളെ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഈ സമയത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കേട്ടോ കിട്ടുന്നത്. ചില സമയത്ത് കളറൊന്നും ഇല്ലാതെ പഴുക്കാത്തൊക്കെ വരുന്ന ടൈമാണ്. എന്തായാലും ഈ സമയത്ത് നല്ല തക്കാളി തന്നെ കേട്ടോ കിട്ടിയത്. അപ്പോൾ അതും ഇതേപോലത്തെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ ബോക്സിലിട്ടിട്ട് മുഴുവനും റെഡിയാക്കി വെക്കുകയാണ്. അതൊക്കെ ബോക്സിലാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുഞ്ഞു വെളുത്തുള്ളിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ 2 ദിവസമായിട്ട് അത് തൊലി കളഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാരണം ഇത് കഴിയണ്ടേ, നമുക്ക് വലുത് ഒരുപാട് നോക്കിയിട്ടോ, പക്ഷേ അതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇല്ലത് വെച്ചിട്ട് എന്തായാലും ചെയ്യണമല്ലോ വിചാരിച്ചിട്ട് അത് ചെറുത് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ വലുത് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കോളൂ. ഞാൻ പോയ സമയത്തൊന്നും വലുത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ എന്തായാലും കഴിയുന്നവരൊക്കെ എങ്ങനെ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചോളൂ. പിന്നെ ഞാൻ മേടിച്ച 2-3 ബോട്ടിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ബോട്ടിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. കാണുമ്പോഴൊക്കെ മേടിക്കാൻ തോന്നും, പക്ഷേ അപ്പോഴൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മസാല ബോക്സാണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ്. ഞാൻ കഴുകി നല്ലോണം ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ മസാല ബോക്സ് ഇങ്ങനത്തെ നല്ല ഇല്ലെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും ഒന്ന് മേടിച്ചോളൂ കേട്ടോ. നല്ല സുഖമാണ് കേട്ടോ. നമുക്ക് മസാലപ്പൊടികളൊക്കെ ബോട്ടിലുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഗ്യാസിൻ്റെ അവിടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ എല്ലാതും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഈസിയാണ് കേട്ടോ. കറി ഉണ്ടാക്കാനും ഒക്കെ ഈ ബോക്സാണ് എടുത്താൽ അതിലെല്ലാ കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ മസാല ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിങ്ങനെ വിചാരിച്ചത് പഞ്ചസാര, ഉപ്പ്, ചായപ്പൊടി ഇവ ഇട്ട് കൊടുക്കാനാണ് വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഏതായാലും അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് മേടിച്ചതാണ് കേട്ടോ. ഇതെന്താ ഹെൽത്തി സാൾട്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഉപ്പാണ് കേട്ടോ. നല്ല അടിപൊളി കളറാണ്, ഒരു പിങ്ക് കളറാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കളർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനും വിചാരിച്ചിട്ട് ഞാൻ അതാണ് കേട്ടോ ഇപ്രാവശ്യം മേടിച്ചത്.
ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചൊരു ക്ലിപ്പാണ് കേട്ടോ ഇത്. നമ്മൾ ബാക്കി വന്ന മസാലപ്പൊടികൾ ഇങ്ങനെ ഉപ്പിൻ്റെ പാക്ക് അങ്ങനെയൊക്കെ പാക്ക് ഐറ്റംസ് ബാക്കി വന്നാൽ അത് അതിന്മേൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പായിട്ടാണ് കേട്ടോ. നമ്മൾ റബ്ബർ ബാൻഡ് ഇടുക അല്ലെങ്കിൽ കവർ ഇങ്ങനെ പിരിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യൽ. അപ്പോൾ ഇങ്ങനത്തെ ക്ലിപ്പ് ഇട്ടാൽ നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ബാക്കി വന്ന മസാലപ്പൊടികളും ഒക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പാക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ക്ലിപ്പ്. അപ്പോൾ ഇത് വലുതും ചെറുതും അങ്ങനെ പല ഐറ്റം വലിപ്പത്തിലും ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ, ഉപയോഗിക്കാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ ബാക്കി വന്ന മസാലകളൊക്കെ ഞാനിങ്ങനെ ഈ ക്ലിപ്പ് ഇട്ടിട്ട് വെച്ചിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനും നല്ല ഈസി തന്നെ കേട്ടോ. അപ്പോൾ ആ ഉപ്പ് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ആ കുപ്പിയിൽ ഇരിക്കുന്നുണ്ടോ. കളർ ഇതായപ്പോൾ കുപ്പിക്ക് ഒന്നുകൂടി ഭംഗി കൂടിയെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത ബോട്ടിൽ ഇതാ അതേപോലെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഉപ്പൊക്കെ കുറച്ച് വലിയ ബോട്ടിൽ തന്നെ എടുത്തോളൂ. അപ്പോൾ നമ്മളിങ്ങനെ മേടിച്ച് വെക്കണമെന്നില്ല ഒന്നുമില്ല കേട്ടോ. നമ്മളെ കയ്യിലില്ല ബോക്സുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് പഞ്ചസാരക്കാണ് കേട്ടോ. നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ ജ്യൂസിനും ബാക്കി എല്ലാത്തിനും ഇങ്ങനെ പഞ്ചസാര എടുക്കുമ്പോൾ അപ്പോൾ പഞ്ചസാരക്കൊക്കെ എന്തായാലും കുറച്ച് വലിയ ബോട്ടിൽ തന്നെ വേണം കേട്ടോ. അപ്പോൾ അതും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ചായപ്പൊടിക്ക് ഞാനൊരു കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭംഗി കൊണ്ടാണ് കേട്ടോ അത് ചെറുതാക്കിയത്. കാരണം ചെറുത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. കാരണം ചായപ്പൊടിയൊക്കെ നമുക്ക് ഒരുപാടൊന്നും വേണ്ടല്ലോ. അപ്പോൾ അത് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചായപ്പൊടി ഇതാ കൊടുന്നത് കഴിഞ്ഞു കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ ബോട്ടിലൊക്കെ ഒഴിവാക്കിയപ്പോൾ അതിൽ കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ചായപ്പൊടിക്ക് മേടിച്ചതല്ലേ അത് ഇട്ടിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ എടുത്തത്. ഇനി നമുക്ക് കൊടുന്നിട്ട് അതിലൊക്കെ ഫില്ലാക്കണം. അപ്പോൾ ബോട്ടിലൊക്കെ ഇതാ അതൊക്കെ നല്ല ഫില്ലാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ എന്താ പറയുക, ഞാൻ ഇത് ഒരു സെറാമിക്കിൻ്റെ പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതും തന്നെ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി തന്നെ കേട്ടോ. നല്ല ഭംഗി മേശമൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കേട്ടോ ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വരുമല്ലോ, എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് അത് ഇതിനെടുക്കാമെന്നുള്ളൊരു ഐഡിയ ഒക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ഇത് ഞാൻ എടുത്തത് നമ്മുടെ കാരക്ക ഉണ്ടല്ലോ, ഈത്തപ്പഴം കാരക്ക, അതൊക്കെ നമുക്ക് നോമ്പിന് എന്തായാലും അത്യാവശ്യമല്ലേ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാനുണ്ട്. കാരണം നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കാരക്ക എവിടെ എടുത്തു എന്നൊന്നും ചോദിച്ച് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിൽ കുറച്ച് ആക്കി വെച്ചാൽ നമുക്ക് നോമ്പ് സമയത്ത് അത് മേശമ്മക്ക് അങ്ങനെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാനിങ്ങനെ സ്റ്റോറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചേ ഉള്ളൂ ഇതിൽ, നമുക്ക് അത്യാവശ്യം 2 ദിവസത്തിന് വേണ്ടൊക്കെ ഉള്ളൂ അതിൽ വെക്കുന്നത്. ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു അടിപൊളി കണ്ടെയ്നറായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ ഇതുപോലത്തെ 2 പ്ലേറ്റും മേടിച്ചിട്ടുണ്ട്. ഒരു ട്രേ പോലെ ആണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ എണ്ണക്കടികളും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നോമ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കയ്യെത്തുന്ന ദൂരത്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കാം കേട്ടോ. എന്നാൽ നമുക്ക് അതും ഇതും ആലോചിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കെല്ലാം നമുക്ക് കിട്ടുന്ന ഭാഗത്ത് തന്നെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കാം കേട്ടോ. നിങ്ങളും ഇതേപോലെ എന്നല്ല, നിങ്ങൾക്ക് കഴിയുന്നത് പോലെയൊക്കെ റെഡിയാക്കിക്കോളൂ. നോമ്പിന് നമുക്ക് എല്ലാ പണികളും നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ കഴിയട്ടെ. പിന്നെ അതാ എൻ്റെ സ്റ്റോറേജ് ബോക്സിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ മസാലപ്പൊടികളും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഞാൻ പറഞ്ഞല്ലോ, മുളക് കണ്ടപ്പോഴേ നല്ല കളർ ചെയ്യുന്നു. പിന്നെ അതിലൂടെ കാശ്മീരി കൂടി ആഡ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ കളറൊക്കെ നല്ലതായി കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകപ്പൊടി, കടുക്, ഉലുവ, ഉപ്പ് ഇതൊക്കെ ഇതിൽ തന്നെ ഉണ്ട് വെക്കൽ. അപ്പോൾ ഒറ്റ കണ്ടെയ്നർ മതി കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കാൻ. അങ്ങനെ അതൊക്കെ ഞാൻ എല്ലാതും എടുത്തിട്ട് ഇങ്ങനെ ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കണ്ടെയ്നർ വാങ്ങിയിട്ട് നിങ്ങളും എടുത്തോളൂ, നല്ല ഈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ മസാലപ്പൊടികൾ ബാക്കിയുള്ളതൊക്കെ ഒരിങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ആ ക്ലിപ്പ് ഇട്ട് കൊടുത്തുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെയാണ് നമ്മളെ ബാക്കി വന്ന മസാലകളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതും എനിക്ക് നല്ലൊരു അടിപൊളിയായിട്ടാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉപ്പ് ഇതിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ തുറന്ന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പ് തന്നെയാണ് കേട്ടോ അത്. ഇനി അടുത്തതായിട്ട് കുറച്ച് മസാലപ്പൊടികൾ നമുക്ക് പൊടിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി റെഡിയാക്കാം. അപ്പോൾ ആദ്യം ബിരിയാണി മരുന്ന് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിങ്ങനെ പാക്ക് മേടിച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് നമുക്ക് ഏലക്കായ എടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ കുരുമുളക്, ചെറിയ ജീരകം അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബിരിയാണി മരുന്ന് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതൊക്കെ പാക്ക് പൊട്ടിച്ചിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മോന് കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ കാര്യം ഇനി എടുക്കാനില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും കയറി വന്നിട്ട് അതിങ്ങനെ വേണം പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര കൊടുത്താലും അവർക്ക് മതിയാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി എടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് ഞാൻ ചെറിയ ജീരകം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ജീരകവും നമ്മുടെ ഗരം മസാലയും ഒന്നിച്ച് സ്റ്റൗമ്മ വെച്ചിട്ട് ഇങ്ങനെ റോസ്റ്റ് ആക്കാമെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ അത് രണ്ടും പൊടിക്കണം. അപ്പോൾ ആദ്യം അതൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് അത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം.
ഞാൻ പോണത് നമ്മുടെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാണ്ട്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് പൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കത്തി കൊണ്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിനേറെ ഈസി കൈ കൊണ്ട് പൊട്ടിക്കാനാണ് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ട് ഒരു കുപ്പിയിലിട്ട് വെച്ചാൽ അതും തന്നെ നമുക്ക് ആ സമയത്ത് എടുക്കാൻ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളത് പൊട്ടിക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തു വെക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്കും ഷെയർ ആക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ആയിക്കോളി. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുത്തിട്ടില്ല, അത് നമുക്ക് അവസാനം അരച്ചെടുക്കട്ടോ. കാരണം കുറേ സാധനങ്ങൾ നമുക്ക് പൊടിച്ചെടുക്കാണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്തോളൂ. കാരണം വെള്ളം നനഞ്ഞാൽ പിന്നെ മിക്സി ഉണങ്ങി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഉണക്കിയിട്ട് ആദ്യം ഡ്രൈ ആയ ഐറ്റംസ് ഒക്കെ പൊടിച്ചെടുക്കട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പൊടിച്ചെടുക്കുന്നത് പഞ്ചസാരയുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് പഞ്ചസാര ഇങ്ങനെ പൊടിച്ചെടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ പഞ്ചസാര പൊടിച്ചെടുത്താൽ നമുക്ക് ഈസി ആയിട്ടൊരു കാര്യം ചെയ്യട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് ഒരു കണ്ടെയ്നറിൽ ആക്കി വെക്കട്ടെ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചത് ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് തന്നെയാണ് ബാക്കി ഞാനിങ്ങനെ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ പൊടിച്ചെടുത്തോളൂ, നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ പഞ്ചസാര വെച്ചിട്ട് ഒരു കാര്യം ചെയ്യട്ടോ. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ആദ്യം അടിച്ചെടുക്കട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നോമ്പാകുമ്പോൾ നമുക്ക് അതിൽ മധുരം ഉണ്ടോയെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മക്കളൊന്നും ഇല്ലാതെ വീടാണെന്നുണ്ടെങ്കിൽ, കുട്ടികളൊന്നും ഇല്ലെങ്കിൽ, നമ്മൾ മുതിർന്നവർ മാത്രമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നോമ്പായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മധുരം ഉണ്ടാവുന്നൊന്നും നമുക്ക് നോക്കാൻ അറിയില്ല. അപ്പോൾ നമ്മളൊരു പാകത്തിന് മധുരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുടിക്കുന്ന സമയത്തായിരിക്കും ഇതിൽ മധുരം കുറവെന്ന് തോന്നട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കുടിക്കാനൊന്നും ടൈം ഉണ്ടായിരിക്കില്ല. കാരണം നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പൊടിച്ച് വെച്ചാൽ ഇതിന്ന് 1-2 ടീസ്പൂൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് ജ്യൂസിൽ മധുരം റെഡിയാക്കാം. അതേപോലെ തന്നെ ഞാൻ ഇനി പൊടിച്ചെടുക്കുന്നത് ഏലക്കായ കേട്ടോ. അപ്പോൾ നമുക്ക് ഏലക്കായൻ്റെ ആവശ്യമൊക്കെ നോമ്പ് സമയത്ത് അനവധി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്കൊക്കെ ഏലക്കായ നമുക്കിങ്ങനെ ചതച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഏലക്കായ നല്ലോണം വെയിലത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഏലക്കായ ഈസി ആയിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പിന്നെന്താണ് ഏലക്കായയിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അതിനേറെ ഈസി എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പൊടിച്ചെടുക്കാനാണ്. കാരണം ഇതിൽ പഞ്ചസാര ഉണ്ടാകുമ്പോൾ നമുക്ക് കറികൾക്കൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കറികളിലൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അതും നല്ല ഒരു അടിപൊളി ഐഡിയ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോട്ടിലായിട്ട് വെക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഈ പഞ്ചസാരൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. കാരണം അതൊക്കെ നമുക്ക് വൈകുന്നേരമായാൽ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ ബോട്ടിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇതാ നമ്മുടെ ചെറിയ ജീരകമൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഞാൻ പൊടിച്ചതിന് ശേഷം ഒരു ബോട്ടിൽ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാല പൊടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗരം മസാല പൊടിച്ചിട്ട് അതും ഒരു ബോട്ടിൽ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളകാണ് കേട്ടോ അടുത്തായി പൊടിക്കുന്നത്. അപ്പോൾ കുരുമുളകൊക്കെ ഞാനിങ്ങനെ ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെറിയ ചെറിയ ബോട്ടിലായിട്ട് നമുക്ക് കിട്ടുന്ന പാകത്തിന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പാകത്തിന് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ബോട്ടിലുകളൊക്കെ ആക്കി കൊടുക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ഞാനിങ്ങനെ ബോട്ടിൽ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗരം മസാല, കുരുമുളക്, ഏലക്ക പൊടിച്ചത്, അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് നുറുക്കിയത്, പിന്നെ കുരുമുളക് പൊടി, അങ്ങനെ പിന്നെ കുറച്ച് മുന്തിരി. അപ്പോൾ മുന്തിരി ഇവിടെ ഉണക്കമുന്തിരി ഇവിടെ വല്ലാതെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് കുറച്ച് ഇവിടെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ബോട്ടിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഈ ബോട്ടിൽ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഞ്ചസാരൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇതൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരേ സമയം നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ആ പൊടികളൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ളത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അപ്പോൾ ഞാനത് ലാസ്റ്റ് ഉണ്ടാക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ പൊടികളൊക്കെ ആദ്യം പൊടിച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്സി കഴുകി വെക്കാൻ ഈസിയാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. കാരണം ഇതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ കുറച്ചൊക്കെ കൂടുതൽ സമയം നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് അതും ഒഴിച്ച് കൊടുത്തിട്ട് അതും നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അതും ഞാനൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കൂടുതൽ തന്നെ വേണ്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ വെളുത്തുള്ളി കുഞ്ഞതായതുകൊണ്ട് എനിക്ക് ഒരുപാട് ടൈം ഇരുന്നിട്ട് പൊളിക്കാനൊന്നും കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇത് വേഗം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് എടുത്തിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനി നമ്മൾ ഉണ്ടാക്കേണ്ടത് നാരങ്ങ നീരാണ് കേട്ടോ. നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കണ്ട. അപ്പോൾ ഇതിലേക്ക് ഞാൻ നാരങ്ങ നീരിലേക്ക് കുറച്ച് പൈനാപ്പിളും വെച്ചിട്ട് അടിച്ചിരുന്നു കേട്ടോ. അതാണ് എടുത്തിരിക്കുക. അതിങ്ങനെ കുറച്ച് എന്താ പറയുക കുറച്ച്
ടൈറ്റായിട്ട് ഇങ്ങനെ അരച്ചെടുത്തിരിക്കുകയാണ്. കാരണം ഇത് നമ്മൾ ഇങ്ങനെ ഐസ് ട്രേയിൽ ഒഴിച്ച് കൊടുത്താൽ ഇത് നല്ലോണം കട്ടായി കിട്ടിയാൽ പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് 1 2 3 നമുക്ക് ആവശ്യത്തിനുള്ള ക്യൂബ്സ് എടുത്ത് ഇട്ടാൽ മതിട്ടോ. ഇതേപോലെ നാരങ്ങ നീര് വെച്ചിട്ടും ചെയ്യാം. നാരങ്ങ നീര് മാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ ഐസ് ട്രേയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ക്യൂബാക്കി വെക്കട്ടോ. അപ്പോൾ നമ്മൾ ലൈം അടിക്കുമ്പോൾ അതിലേക്ക് ഇതിൽ നിന്ന് ഓരോ ക്യൂബ് എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് ബോട്ടിലുകൾ വേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ സേമിയ, ഇപ്രാവശ്യം ഞാൻ വറുത്ത സേമിയ കേട്ടോ മേടിച്ചത്. സാധാ സേമിയയൊന്നും മേടിച്ചിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം വിചാരിച്ചു വറുത്ത് മേടിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ബോട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബോട്ടിൽ മൈദ, മറ്റേ ബോട്ടിൽ കടലമാവ്, പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ്, പിന്നെ അതേപോലത്തെ കാര്യങ്ങൾ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കണ്ടെയ്നറിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. കാരണം ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ ഒരേ ഭാഗത്ത് ഇതൊക്കെ ഇങ്ങനെ വെച്ചാൽ നമുക്ക് എടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ബാക്കി വന്ന കുറച്ച് സേമിയ ഉണ്ടായിരുന്നുണ്ടോ, അപ്പോൾ അത് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്റ്റോറേജിലും ഞാൻ എല്ലാതും ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കുന്നത് തേങ്ങ ചിരവിയതാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ആദ്യം ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കാണിച്ചു തരികയാണ്. കാരണം ഞാൻ നാളികേരം ചിരകി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ആദ്യം എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ തേങ്ങ ചിരവി വെച്ചാൽ നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ കറികളിലേക്കൊക്കെ അരക്കണമെങ്കിൽ നല്ല ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് മുന്നേ പുറത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നാളികേരം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതാ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് എന്താ പറയുക, ചിക്കൻ ഉണ്ടല്ലോ, എല്ലില്ലാത്ത ചിക്കൻ ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കാരണം നമ്മൾ സമൂസ, കട്ട്ലറ്റ് ഇതൊക്കെ എടുക്കുമ്പോൾ ചിക്കന് നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ തലേ ദിവസം കുറച്ച് ചിക്കനൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് ആ സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാൻ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതും തന്നെ ഇതേപോലെ വേവിച്ചെടുത്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്കും തന്നെ ഒക്കെ ഈസി ആയിട്ട് തന്നെ ആയിരിക്കും കേട്ടോ തോന്നുക. അടുത്തതായിട്ട് ഞാനൊരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ബോട്ടിൽ എടുത്തിട്ട് വേണം ചെയ്യാൻ. വലിയ ഫ്രിഡ്ജിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം കേട്ടോ ബോട്ടിൽ എടുക്കാൻ. ആ ബോട്ടിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ അതിങ്ങനെ ഇറക്കി കൊടുക്കുക കേട്ടോ. ഇത് ഫ്രിഡ്ജിൻ്റെ സൈഡിലോ പിന്നെ നമ്മുടെ കിച്ചണിലോ എവിടെയെങ്കിലും വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ ഇത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസം മുന്നേ മേടിച്ച പിന്നെ മല്ലിയില ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. നല്ല ഫ്രഷ് ആയത് കൊടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ കേട് കൂടാതെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ബോട്ടിൽ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ എടുക്കണത് എന്തിനാന്ന് വെച്ചാൽ ഒരു ഒഴിഞ്ഞ ബോട്ടിൽ എടുക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ നാരങ്ങ, ലെമണൊക്കെ വെള്ളം കലക്കി കഴിഞ്ഞാൽ ബാക്കിയായിരിക്കും അതിൻ്റെ തൊലി. അപ്പോൾ ഈ തൊലി നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റിലേക്ക് ഇടുന്നതിന് പകരം നമ്മൾ ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് സൂർക്കയും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നോമ്പ് കാലം കഴിയുമ്പോൾ ഇതിൽ ഫുള്ളായിട്ട് തന്നെ നാരങ്ങൻ്റെ തൊലി ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്കത് ഉപയോഗിച്ചിട്ട് അച്ചാറിടാനോ ഒക്കെ ഉപയോഗിക്കട്ടെ. അപ്പോൾ നല്ല എന്താ പറയുക, നല്ലൊരു ഉപയോഗമാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ നോമ്പാവുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കലാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഈ ഇതിലേക്ക് ഇപ്പോൾ സുർക്കല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല, വെള്ളം മാത്രമാണ്. അപ്പോൾ നിങ്ങൾ നാളെ മുതൽ റമദാൻ വരുമ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ തൊലിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതേപോലത്തെ ഒരു ബോട്ടിലെടുത്തിട്ട് നിങ്ങൾ അതിലിങ്ങനെ ഇട്ട് കൊടുത്തോളൂ. എന്നിട്ട് അതിലേക്ക് കുറച്ച് സുർക്കയും തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് വെച്ച് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി അച്ചാർ തന്നെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ. റമദാനൊക്കെ ജോലിഭാരം കുറയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കി തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചപ്പോൾ എനിക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് തോന്നിട്ടോ. കാരണം ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ഉപകാരം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിയുന്നവരൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും നമ്മുടെ മുന്നിൽ സമയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ കേട്ടോ ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കും ഈസി ആയിരുന്നോ, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക്